ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ റമദാൻ 13 ആയിട്ടുണ്ട്. മാഷാഅല്ലാഹ് എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരോടും പറയാതെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായി. നമ്മുടെ വൈബ്സ് ഓഫ് അസ്ന എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഒരു പേജ് തുടങ്ങിയിരുന്നു. ആരടുത്തും പറഞ്ഞിട്ടില്ല, ആർക്കും പേഴ്സണലി വിട്ടുകൊടുത്തിട്ട് ഫോളോ ചെയ്യാനോ വീഡിയോസ് ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇവിടെ ഇടുന്ന വീഡിയോസൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ ഞാനും ഉദ്ദേശിച്ചിരുന്നത്. ഒന്നുമില്ല, ഏതായാലും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു പേജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചിട്ടോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നെ പേഴ്സണലി ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചതായിരിക്കും, പിന്നെ കണ്ടന്റ് കണ്ടിട്ട് ഫോളോ ചെയ്തതല്ലല്ലോ. അപ്പോൾ അവർ എന്താ പറയുക, നിർബന്ധിപ്പിച്ച് കാണിക്കുന്ന ഒരു തരത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിൽ വീഡിയോസ് ഇട്ടില്ല. പകരം ഞാൻ വൈബ്സ് ഓഫ് അസ്ന എന്നുള്ള പേജ് തുടങ്ങിയിട്ട് അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതായത് ഇവിടെ ഷോർട്സ് ഇടുമ്പോൾ അവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 15-ാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നേ ആ അക്കൗണ്ട് ഞങ്ങളുടെ കോളേജിലത്തെ റീൽസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും വ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു 10-20 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നേ. അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ തുടങ്ങി. ആരടുത്തും പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ എന്നും യൂട്യൂബിലേക്ക് ഷോർട്സ് ഇടുമ്പോൾ അതേപോലെ തന്നെ അവിടെയും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യും. അങ്ങനെ റമദാൻ വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വ്യൂസ് ഒരു 1000-2000 വ്യൂസൊക്കെ വരും കേട്ടോ. എന്നെ സംബന്ധിച്ചത് ഭയങ്കര കാര്യം തന്നെയായിരുന്നു. ഞാൻ വെറുതെ വീഡിയോ ഇടല്ലേ, ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇട്ടതല്ല, വെറുതെ ഇരുന്നോട്ടേക്ക് എത്തി. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഇടാൻ എനിക്കൊരു മടി. കാരണം എല്ലാവരും എന്നെ അറിയുന്നവരല്ല, അപ്പോൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ പോകെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ കുറച്ചുകൂടി ആളുകൾക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അനുഭവങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വന്ധ്യത അനുഭവിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചും കൊണ്ട് എഴുതിയിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് വോയിസ് കൊടുക്കല്ല, ജസ്റ്റ് വീഡിയോസിന് ക്യാപ്ഷൻസ് ഇങ്ങനെ എഴുതി വിട്ടിട്ടൊക്കെ ഞാൻ 2-3 വീഡിയോസ് ഇട്ടപ്പം അത് നല്ല രീതിയിൽ റീച്ച് ആയിരുന്നു കേട്ടോ. ഒരു 10, 20, 30K അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ ഇന്നലെ രാത്രി കേട്ടോ, ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് 2-ാം തീയതി രാത്രി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു പ്രഗ്നൻസി കിറ്റുകൾ ഒരുപാട് ഇട്ടിട്ട് ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം. പ്രഗ്നൻസി കിറ്റ് ഒരുപാട് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഒരു 20-30K വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ വികാരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അത് എഴുതും കഴിഞ്ഞാൽ എനിക്കും ഒരു ഫീൽ ഫ്രീ ആണേനും അത് വായിക്കുന്നവർക്കും കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സപ്പോർട്ടാവും. അപ്പം ഞാൻ എന്തായാലും വെറുതെ ഇന്നലെ രാത്രി 8 മണിക്ക് ഇത് പോസ്റ്റ് ചെയ്തു. ഡെയിലി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞാൻ ഇൻസ്റ്റയിൽ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പഠിച്ചോനെ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ അങ്ങനെ വണ്ടറടിച്ചിരിക്കട്ടെ. ഒരു 9 മണിക്കായപ്പോഴത്തേനും വീഡിയോ നല്ല രീതിക്ക് റീച്ച് കയറി. ഞാൻ റീച്ചിൽ വ്യൂസ് വന്നതിലുള്ളൊരു സന്തോഷമല്ല, എനിക്ക് വരിക മെസ്സേജസ് വരിക, കമൻസ് വരിക. നമ്മൾ യൂട്യൂബിൽ പറയുമ്പോൾ കമൻസ് മാത്രം മതി, അപ്പോൾ അത് നമുക്ക് റിപ്ലൈ കൊടുത്താൽ പെട്ടെന്ന് കഴിയും. പക്ഷേ ഇതങ്ങനെ ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് വരുന്നു, റിക്വസ്റ്റ് വരുന്നുണ്ട്, ഫോളോവേഴ്സ് വരുന്നുണ്ട്, പിന്നെന്താ കമൻസ്, റിയാക്ഷൻസ്, റീഷെയർ, അങ്ങനെ മൊത്തം എൻ്റെ ആ ഒരു അക്കൗണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അല്ല കേട്ടോ. ഞാൻ വേറെ തുടങ്ങിയ പേജ് പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ പെട്ടിയത്. കാരണം എനിക്ക് ഇൻസ്റ്റേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയോ, ഫുള്ള് ഹാങ് ആവണം, എന്താ പറയേണ്ടതെന്നൊക്കെ അറിയുന്നില്ല. ഫുള്ള് നല്ല രീതിക്ക് വ്യൂസ് വന്നിട്ടോ. അത് അപ്പം തന്നെ ഒരു 500K ഒക്കെ ആയി. പിന്നെ രാത്രി നിങ്ങൾക്കറിയാം, ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഉറങ്ങാണ്ടിരുന്നിട്ട് ഇതേപോലെ തന്നെ നോക്കുമ്പോൾ അത് 1 മില്യൻ്റെ അടുത്തായിട്ട് 1 മില്യനൊക്കെ അടുക്കുമ്പോൾ തോറും എന്താ പറയുക, അതിൻ്റെ റിസ്ക് കൂടുക. കാരണം ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുക. എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞാൽ കുറേ പേര് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തു, കുറേ ദിക്കറുകൾ, ദുആകൾ, നിസ്കാരങ്ങൾ, പിന്നെ ആയുർവേദം, ഹോമിയോ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള കമൻസും മെസ്സേജസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാനതിങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതോറും എൻ്റെ കൈ വേദനിക്കുക, ഞാൻ ആകെ ക്ഷീണിക്കണ പോലെയൊക്കെ തോന്നിയിട്ടോ. ഇത് ഇത്രയും ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ അത്രത്തോളം എഫേർട്ട് എടുക്കണ്ട. കാരണം അത് നമുക്ക് യൂട്യൂബിൽ തന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്തൊക്കെ വീഡിയോസ് റീച്ച് ആയിരുന്നു, അതിന് നമുക്ക് കമൻറ്റ് റിപ്ലൈ കൊടുത്താൽ മതി.
ഇത് ഇൻസ്റ്റയിൽ അങ്ങനെയല്ല, അതുകൊണ്ട് കയറി പോയിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് പണിയുടെ ഇടയിൽ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കി. ഞാൻ ഫോൺ ആ അക്കൗണ്ട് കയറാനേ പോലില്ല ഇപ്പോൾ, കാരണം അത്രയും പെൻഡിങ് മെസ്സേജുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും പേര് ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇട്ട പോസ്റ്റ്. അതിൽ 2.8 മില്യൺ വ്യൂസ് ആട്ടോ. അത് കണ്ടല്ലോ, അത്രത്തോളം വ്യൂസും കമൻസും റിയാക്ഷൻസും ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അവരുടെ 10 വർഷം 15 വർഷം 20 വർഷം അല്ലെങ്കിൽ 7 വർഷം 8 വർഷം 3 വർഷം കൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മൊത്തം ഇങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനേ ഇരുന്നിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലേക്ക്. അതുപോലെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും ഇന്നലെ രാത്രി ഞാൻ ഫുള്ള് ഇതിൻ്റെ പിന്നാലെ ബിസി ആയിപ്പോയി. എനിക്ക് കമൻസൊക്കെ എന്താ പറയുക, റിപ്ലൈ കൊടുത്തിട്ടും തീരുന്നില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും അത് 3 മില്യൺ ആവാൻ പോവാട്ടോ. ഇത് മില്യൺ കണക്ക് വ്യൂസ് അടിച്ചല്ലോ, അതുകൊണ്ടൊന്നും എനിക്കൊന്നും നേട്ടമൊന്നും ഇല്ല. പക്ഷേ അതിലല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ആളുകൾ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻസ് ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു 4-5 ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്, ആ സ്നേഹിക്ക് ഇങ്ങനെ ബേബിനെ കിട്ടട്ടെ എന്ന് കൊണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിൽ എത്ര ആളുകളാണേ അതിനെ പ്രാർത്ഥിച്ചിട്ട് കണക്കുണ്ടാവില്ല. അത്ര ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, എൻ്റെ വിഷമത്തിൽ പങ്കു ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് കിട്ടിയിട്ട്. അത്ര മാത്രം ആളുകൾ കേട്ടോ. എനിക്ക് ഇപ്പോഴും ഞാനൊരു ലൂപ്പിലുള്ള പോലെയാണ്. അപ്പോൾ എനിക്കത് യൂട്യൂബിൽ നിന്ന് ഏതായാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറയണമെന്ന് തോന്നി, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇവിടെ കൊടുക്കാം. ആർക്കെങ്കിലും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ചാനലിൻ്റെ. ഞാൻ നിങ്ങളവിടെ പോയിട്ട് എന്താ പറയുക, നോക്കാനും ഫോളോ ചെയ്യാനൊന്നും പറയല്ല. അതേപോലെ തന്നെ ഞാൻ തുടങ്ങുന്ന സമയത്ത് 50 ഫോളോവേഴ്സ് അതിന് ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള വീഡിയോസൊക്കെ ചെറിയ റീച്ച് കിട്ടിയാണ്. ആ ഒരു ദോശ ഇങ്ങനെ ചുടുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വന്ന ഫോളോവേഴ്സാണ്. ഇപ്പം ഈ ഒരു വീഡിയോ 3 മില്യൺ അടിച്ചത് കാരണം എനിക്കിപ്പോൾ 1000-ന്റെ മേലെ ഫോളോവേഴ്സ് പോയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ അക്കൗണ്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2000-3000 ഫോളോവേഴ്സ് ആയിരിക്കും. പക്ഷേ ആ ഒരു അക്കൗണ്ടിലേക്ക്, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്തത് എത്രയും നന്നായി. കാരണം അതെനിക്ക് കറക്റ്റ് ഇപ്പോൾ അതിൽ കയറിക്ക് എനിക്കൊന്ന് എന്താ പറയുക, മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ റീൽസ് കാണാനോ എനിക്ക് അതിൽ കയറിയേ പറ്റുന്നുണ്ട്. ഇതിൽ കയറുമ്പോൾ ഫുള്ള് ഹാങ് ആവണ പോലെ അത്ര 100-200ഓളം മെസ്സേജസ് ഇപ്പോഴും വന്ന് കിടക്കണ്ടേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റൂട്ടോ. ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത്രയും റീച്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്രത്തോളം മെസ്സേജസ് വന്നിട്ടുണ്ട്. അത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അത് വന്നതിപ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻസൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തുറന്ന് നോക്കണ്ട വിചാരിക്കാം. കാരണം ഫുള്ള് നമുക്കൊരു നെഗറ്റീവ് എനർജി അല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല. ഫുള്ള് എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെയും കൊണ്ട് പറ്റണത് ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സിന് ഷെയർ ചെയ്ത് തരിക, പറഞ്ഞു തരിക എന്നുള്ളത്. അപ്പോൾ അത്രയും പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചണത്തെ. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കട്ടെ. കാരണം അല്ലാതെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പണി അവിടെ കിടക്കും. അത്യാവശ്യം ടൈം ഡിലേ ആയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വോയിസ് ഓവറിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ കരുതിട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. ഇന്ന് മന്തിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ നടക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഈ കമൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്രയും മെസ്സേജസ്, അതും പോസിറ്റീവായിട്ടാണ് മെസ്സേജ് അയക്കണം. വിഷമിക്കണ്ട, ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, ഇല്ലാത്തവരെ അവരുടെ വിഷമങ്ങളും ട്രീറ്റ്മെൻറ്റും ഷെയർ ചെയ്തിട്ടുള്ളൊരു വിഭാഗം, പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് കിട്ടാതെ ഇപ്പം ബേബി ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അവരാണ് കൂടുതലും മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞങ്ങൾക്കിങ്ങനെ ബേബി ആയി, വിഷമിക്കണ്ട, ആകും, ഞങ്ങളും ഇതേപോലെ വിഷമിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, എഴുതുമ്പോൾ പോലും എൻ്റെ മൈൻഡിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു വിഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എഴുതി വന്നപ്പം കണ്ടവർക്കും അത് വായിച്ചവർക്കും ഫീലായതാണ്. ആ പ്രഗ്നൻസി കിറ്റൊക്കെ അത്രത്തോളം എടുത്തു വെച്ചല്ലോ, അത്രയും വേദന സഹിച്ചില്ലേ, അത് ഓരോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പെയിൻ ഉണ്ടായിട്ടുണ്ടാകും എന്നൊക്കെയാണ് ഓരോരുത്തരും മെസ്സേജ് അയച്ച് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ സൈഡിൽ കൊടുക്കാട്ടോ. ഇത് ഞാൻ 2 ദിവസത്തെ രാത്രികളിൽ ഇരുന്നിട്ട് ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുത്തുണ്ടാക്കിയതാണ്. റിപ്ലൈ കൊടുത്താലും പിന്നെ അവരുടെ വേർഷൻ പിന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യും. അത് എനിക്ക് തുറന്നു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിലതൊക്കെ ഞാൻ തുറന്ന് കാണിക്കാം. പക്ഷേ എനിക്ക്
എനിക്ക് നല്ല രീതിയിൽ ടച്ചിങ് ആയിട്ടുള്ള കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും കമൻറ്റ്സ് എല്ലാം മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാനും മറന്നു. പിന്നെ ഞാൻ നോക്കിയിട്ട് കിട്ടില്ല, കാരണം അത്രത്തോളം മെസ്സേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ. കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇത്ര സ്റ്റോറി ഒന്നും ഇടരുത്, പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നും ഞാൻ കാണിക്കണമില്ല. എന്താ പറയുക, കമൻസിൽ ഇതിനേറെ ഉണ്ട് കേട്ടോ. കമൻസ് പിന്നെ അവർ പൊതുവായിട്ട് ഉള്ളതല്ലേ എന്ന രീതിക്ക് ഒരുപാട് കമൻസ് ദുആകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇൻബോക്സിലാകുമ്പോൾ കുറച്ചും കൂടി അവർ ഡീപ്പായിട്ട് സംസാരിക്കുമല്ലോ. ഒരാൾ മെസ്സേജ് അയക്കുന്നത് തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വായിസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുക്കുവേ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ഡേ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരുപാട് മെസ്സേജസിന് റിപ്ലൈ കൊടുത്തിരുന്നു. എനിക്കിപ്പോൾ യൂട്യൂബിലും 2 മില്യൺ വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കമൻസ് ആകുമ്പോൾ നമുക്ക് ആ കമൻറ്റിന് മാത്രം റിപ്ലൈ കൊടുത്തു. ഇത് കമൻസും ഈ ഇൻബോക്സും ഒക്കെ നോക്കണം. അപ്പോൾ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ വൈറലാവണതും കാര്യങ്ങളൊക്കെ. അതെന്തായാലും അത്യാവശ്യം നല്ല രീതിക്കാണ് മനസ്സിലാക്കി തന്നിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഒരു ഇപ്പം ബിഗ് ബോസിനൊക്കെ ശേഷം നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് നെഗറ്റീവായിട്ട് ഏൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട്, കാരണം എനിക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് വരുന്നത്, എന്നാൽ പോലും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ വരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ട്രീറ്റ്മെൻറ്റ്, ഒരു കേരളം, പിന്നെ ചെന്നൈ, പിന്നെ എവിടുന്നാണ് ചെന്നൈയൊക്കെ വിട്ട് തമിഴ്നാടൊക്കെ വിട്ടിട്ട് അങ്ങനെ പോയിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ലാംഗ്വേജ് മാറുന്നുണ്ട്, മതം മാറുന്നുണ്ട്. അതൊക്കെ ഒരു ലൂപ്പിലുള്ള പോലെയൊന്നും ഞാനെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ ഇന്ന് എന്താ പറയുക, ഹിന്ദുസും ക്രിസ്ത്യൻസും, മതം പറയല്ല ഞാൻ, പക്ഷേ ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ളവരും അവരുടെ മതത്തിൻ്റെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ. എന്താ പറയുക, ചില ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലൊക്കെ പോയപ്പം അവിടെ ഇയാൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കാരണം എനിക്ക് അത്രയും ഫീലായത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവർക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കുറേ പേര് ഇനി നിസ്കാരങ്ങളിലൊക്കെ ഇനിയും ദുആ ചെയ്യണുണ്ട്. എന്താ ഒരു കുട്ടി പറഞ്ഞ്, ഞാൻ നിയ്യത്താക്കിയിട്ടുണ്ട് താക്ക് വിശേഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇത് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് എന്തായാലും പറയണം, കാരണം എനിക്ക് ആ നിയ്യത്ത് എന്തെങ്കിലും നേർച്ചയായിരിക്കും ഉദ്ദേശിക്കുന്നത്, നേർച്ച കടം വീട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടോ. എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് മനുഷ്യന്മാർ ഇത്രത്തോളമൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ. ഈ എന്താ സോഷ്യൽ മീഡിയനെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ റമദാൻ മാസം ഒരാൾക്ക് ഇത്രത്തോളം പ്രാർത്ഥന, എന്തായാലും ഇതിലിനിപ്പോൾ ഈ 200, 300 അല്ലെങ്കിൽ 400 കമൻസ് വന്നതിൽ ഒരാളെങ്കിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമോ? ഇത്രയും പേർക്ക് ഇത് കണ്ടിട്ട് വിഷമമാണ്, ഈ ഒരു റീൽ കണ്ടിട്ട് വിഷമം വന്നിട്ടാണ് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം പ്രാർത്ഥന ഉണ്ട്. അതാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ലതും കിട്ടുന്നുണ്ട്, വെറും എന്താ പറയുക, ചീത്തയിന് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, നമുക്ക് കുറേ നല്ല കാര്യങ്ങളും. പിന്നെ ഞാനുണ്ടല്ലോ ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്. മന്തിക്കുള്ള മസാല നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. മസാല ആക്കിയ സമയത്ത് ഞാൻ പിന്നെ മെയിനായിട്ടുള്ള മന്തി മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഓർമ്മ വന്നപ്പോൾ. അപ്പോൾ മയോണൈസും പിന്നെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, നിങ്ങൾ വിഷ്വൽ കണ്ടോളൂ കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി, കാരണം എൻ്റെ ഈ ഒരു വ്ളോഗ് കാണുന്ന കുറച്ച് പേരൊക്കെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. ഇത്രയും ആളുകളുണ്ട് നമ്മുടെ ഈ ലോകത്ത്, മക്കളില്ലാണ്ടും ഇല്ലാതെ ഇരുന്നിട്ട് ആയവർ, അവരുടെ സന്തോഷമാണ് അതിലേറെ കേട്ടോ. പിന്നെ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ എന്താ ഒന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത മക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമൊക്കെ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് അതൊക്കെ ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നിപ്പോണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ പറയുന്ന ഒരുപാട് ഹോസ്പിറ്റലുണ്ട് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളമുള്ള സബൈൻ, ക്രാഫ്റ്റ്, നെഹ ഹോസ്പിറ്റൽ, പിന്നെ ഇതാ യാന, ബ്ലിസ്, പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ കുറേ ചാനലുകൾ, പിന്നെ ഇസ്ലാമികമായിട്ട് ദുആകൾ, എന്താ നിസ്കാരങ്ങൾ, ആയുർവേദം, പിന്നെ കുറേ ഹോമിയോ ഡോക്ടേഴ്സ് ഈ ഇൻസ്റ്റഗ്രാമിലുള്ള അവരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 ഡോക്ടേഴ്സൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടേഴ്സ്. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ ഇവരുടെ ഒരു സജഷനും ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വേണ്ടിയിട്ടല്ല ഞാൻ മെസ്സേജ്, കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് മടുത്തിരിക്കണമല്ലോ. ഇപ്പോൾ ഇവർ പറഞ്ഞ ഭൂരിഭാഗം സംഭവം, ഇപ്പോൾ യൂട്യൂബിലുള്ള ടിപ്സും എന്താ ചാനൽസ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലുള്ളതാണെങ്കിലും പോരാത്തതിന് നമ്മൾ ഈ പറഞ്ഞ സബൈൻ, ക്രാഫ്റ്റ്, ARMC, നെഹ ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ നമ്മൾ പോയതാണ്. എല്ലായിടത്തും ഞങ്ങൾ എത്താൻ ഇനി ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ എല്ലായിടത്തും ഈ ഒരു 8 വർഷം കൊണ്ട് എത്തിപ്പെട്ടിട്ട് ഇതൊക്കെ മടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക കാഷ്വലായിട്ട് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇവരുടെ മെസ്സേജ് കാണുമ്പോൾ എല്ലാവരും അവിടെ പോയോക്ക് ഇവിടെ പോയോക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയതാണിത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഒരാളിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കണ്ടേ, അത് വല്ലാത്തൊരു ടാസ്ക്കായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അവരെ പിണക്കാനും പറ്റൂല. പിന്നെ കുറേ പേര് എന്താ കൃപാസനം, മാതാവ്, പിന്നെ എന്താ അവരുടെ എന്താ പറയുക കിട്ടണില്ല, കുറേ ജാതി മതം അങ്ങനെ മതപരമായിട്ട് ഓരോരുത്തരുടെ മതത്തിലുള്ള രീതിക്ക് കുറേ എന്താ മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, വൈഫിൻ്റെ നമ്പർ തരാം ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ച് നോക്കുന്നതുകൊണ്ട് ഇത്ര ആളുകൾ ഇന്നെ പേഴ്സണലി അറിയുന്നവരുടെ തന്നെ കുറേ ഹസ്ബൻഡ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി ഇട്ടതേ അല്ല, അങ്ങനെ ഇട്ടിട്ടില്ല. എനിക്ക് ആ ഒരു കണ്ടൻറ്റ് ഇടുമ്പോൾ ജസ്റ്റ് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണമല്ലോ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റ് എഴുതി ക്യാപ്ഷൻ എഴുതി കൊടുക്കുമ്പം അതിന് മാച്ചായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിക്ക് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതാണ്. പക്ഷേ ഇത് ഇത്രത്തോളം എന്താ വേൾഡായിട്ട് ഇങ്ങനെ വൈറലാവുന്നൊന്നും ഞാൻ കരുതിയില്ല. എന്തായാലും മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് വൈറലായതിനും അത് വൈറലായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത്രയും ആളുകളുടെ ദുആ എനിക്ക് കിട്ടിയ ഒരു റമളാൻ മാസത്തിൽ എന്താ പറയുക ജാതി മതഭേദമന്യേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അത്രത്തോളം പേരുടെ ദുആകളും ഒക്കെ അനുഭവങ്ങളൊക്കെ കേട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു നിമിഷമാണ് മാഷാ അല്ലാഹ്. ഈ ഒരു 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു. പിന്നെ ആദ്യമൊക്കെ ഹോസ്പിറ്റൽസ് ഷെയർ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ തന്നെ എനിക്ക് അതായത് ഒരു സബൈനാണെങ്കിൽ ഒരു 100-100ഓളം കമൻറ്റ് സബൈൻ ഹോസ്പിറ്റൽ, പിന്നെ ARMC, പിന്നെ ക്രാഫ്റ്റ്, അതേപോലെ യാന, ബ്ലിസ് ഹോസ്പിറ്റലും, പിന്നെ യൂട്യൂബിൽ കുറേ ചാനൽസും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും അതിലുപരി ഞങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് ഇറിറ്റേഷനായിട്ട് ഇത് മെസ്സേജസ് ഇങ്ങനെ കാണുമ്പോൾ ലാസ്റ്റൊക്കെ ഞാൻ ക്ഷീണിച്ചിട്ട് ഞാൻ ഓക്കെ ഇൻഷാല്ലാ എന്നൊക്കെ ആയിട്ടോ. അത്ര ഒരു ആദ്യത്തെ ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഇതിങ്ങനെ കേൾക്കുമ്പോൾ പോയോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലായിടത്തും കൂടി മൊബൈലിൽ പിന്നെ ഒരു കമൻറ്റ് കണ്ടു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റ്സ് വരും, ഇവർ പറയുന്നിടത്തൊക്കെ എല്ലായിടത്തും കൂടി നിങ്ങൾ പോകരുത്, ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിന്നിട്ട് അത് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇൻഷാല്ലാ തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും കമൻറ്റ്സിന് നമ്മൾ വാല്യൂ ചെയ്യുന്നു, മെസ്സേജസിന് വാല്യൂ ചെയ്തു, അതിന് റിപ്ലൈ കൊടുത്തു, ദാറ്റ്സ് ഓൾ. അവർ പറയുന്ന എല്ലായിടത്തേക്കൊന്നും പോകണില്ല. എന്തായാലും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്കറിയാം ഈ വീഡിയോ കാണുന്നവരിൽ ഇങ്ങനെ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോണവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ തരാം. ഒരുപാട് പേരുടെ എന്താ പറയുക അവർ തന്നിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കുട്ടി ഇതേപോലെ സൗദിയിൽ എവിടെയോ മക്കത്തുള്ള ഒരു കായാണ്, അപ്പോൾ ആ ഒരു കായ കഴിച്ചിട്ടുണ്ടോ ഒരു ഫ്രൂട്ടാണ്, അത് കഴിച്ചിട്ടുണ്ടോ, അത് കഴിച്ചാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇത്താക്ക് വേണോ അത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ക്യാഷൊന്നും വേണ്ട, നല്ല വിലയൊക്കെ ഉണ്ട് അതിന്, ക്യാഷൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നിട്ട് ഇത്താട അവിടേക്ക് കൊറിയർ ചെയ്ത് തരാമല്ലേ, ഹസ്ബൻഡിനോട് കൊണ്ടുവരാൻ പറയാം, ഇത്താക്ക് വേണോ, ക്യാഷൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വേണ്ട, എനിക്കത് വേണ്ട, അങ്ങനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര എന്താ പറയുക, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഒട്ടും കളങ്കല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് വേണ്ടി അവർ അത്രയും എഫേർട്ട് എടുത്തപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് തോന്നിപ്പോട്ടോ. റമളാൻ മാസമൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിക്കറിയാം യൂട്യൂബിലും ഇതേപോലെ ഒരുപാട് പേര് എനിക്ക് ദുആ ചെയ്തിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സർക്കിളാണ്, അവരെ എനിക്കറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇത് ഇൻസ്റ്റാഗ്രാമിൽ അറിയാത്ത എത്രത്തോളം ആളുകളുണ്ടായിരുന്നു എന്നറിയാം. അവരിൽ നിന്നൊക്കെ ഉള്ള ഈ ഒരു കമൻറ്റ്സ് കണ്ടപ്പോൾ എന്നെ നെട്ടിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്കറിയാലോ ഇങ്ങനത്തെ ഈ ഇൻഫെർട്ടിലിറ്റി നേരിടുന്നവർക്ക് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനത്തൊക്കെ ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ റെഫർ ചെയ്ത് കിട്ടുമ്പോഴുള്ളൊരു വിഷമം, അവിടെ പോയി നോക്ക്, നിങ്ങൾ ഇവിടെ പോയി നോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇക്കാലത്തും പറഞ്ഞു ഈ സെയിം സാധനം ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഫോണിലൂടെ വന്നിക്കുകയാണ്, അത്രയും മെസ്സേജസ് അവിടെ പോയി നോക്ക് ഇവിടെ പോയി നോക്ക് പറയുമ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. കാരണം നമ്മളെന്തായാലും പോകാൻ പോകണില്ല. അപ്പോൾ പിന്നെ പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവരെ ഓരോരുത്തരും ആ ഒരു റീൽ കാണുന്നത്, അപ്പോൾ അവരത് എനിക്ക് ഷെയർ ചെയ്യുകയാണ്, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടുത്തവരിലുണ്ടായ അനുഭവം ഉള്ളവരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചത് എല്ലാവരും കൂടി ഒരേ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര ഇത് തോന്നി.
എന്താ പറയുക ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇതിന് മടുപ്പ് തോന്നി. എന്തായാലും ഇപ്പോൾ ഞാൻ ഒരുവിധം ഇങ്ങനെ ആ ഒരു വീഡിയോൻ്റെ റീച്ച് ഇപ്പോൾ 4.7 മില്യണിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്നിങ്ങനെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, കുറച്ച് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ അങ്ങനെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഉള്ള കമൻസൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഒന്ന് കയറി ഫോളോ ചെയ്തോളാം. ഞാൻ എന്തായാലും ഇൻഷാല്ല ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഇനി അതിൽ ഇടാൻ പോകുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ടല്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും കുറച്ച് മോട്ടിവേഷനൊക്കെ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നെപ്പോലെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ. എന്തായാലും മാഷാഅല്ലാ മന്തിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 13ാമത്തെ നോമ്പ് തുറക്കിയിരുന്നിക്കാണ്. ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നോമ്പ് തുറന്നു. ആസ് യൂഷ്വൽ എൻ്റെ കെട്ടിയവനിങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ ഓടി വരുന്നുണ്ട്. പിന്നെ ഇക്ക അവിടെ ഇരുന്നിട്ട് നിൽക്കാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈഡാക്കിയിട്ടൊക്കെ ക്യാമറ വെച്ചു. പക്ഷേ ആൾ ബുദ്ധി കളിച്ചു, കുറച്ചാണ് നീങ്ങിയിരുന്നു. എന്തായാലും അതുകൊണ്ട് ഇക്കാനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോമ്പൊക്കെ കഴിഞ്ഞു. ഞാൻ മന്തി ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഇന്ന് കുക്കറിലല്ല ഇന്ന് ഉണ്ടാക്കിയ, ആ പാത്രത്തിൽ ഉണ്ടാക്കിയപ്പോൾ ദമ്മിൽ ഇട്ടിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കണം. പിന്നെ അതിക്കുള്ള മയോണീസും ചട്നിയൊക്കെ ഉണ്ടാക്കി ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇക്കാണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ഇക്ക ചോദിക്കുന്നുണ്ട് എത്രയായി മില്യൺ എന്നൊക്കെ. ഞാൻ പറഞ്ഞ മില്യൺ വ്യൂസിൻ്റെ കണക്കല്ല, അതിപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ജസ്റ്റ് വ്യൂസ് മാത്രം. പക്ഷെ എനിക്ക് ഇൻബോക്സിലുള്ള കാര്യം എനിക്ക് മാത്രമല്ല അറിയുള്ളൂ, അത്രത്തോളം മെസ്സേജല്ലേ. പിന്നെ കമൻസ് ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ലേ. കമൻസ് ഞാൻ കുറേ ഒന്നും ഇപ്പോഴും നോക്കി കഴിഞ്ഞിട്ടില്ല. അത്രയും ജസ്റ്റ് ആദ്യമൊക്കെ ഞാൻ റിപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഓരോ കമൻറ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നടപടി ആവില്ല എന്ന് മനസ്സിലായി. ഞാൻ ലൈക്ക് ചെയ്യാൻ നോക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലൈക്ക് ചെയ്യാനും പറ്റുന്നില്ല, കാരണം അത്രത്തോളം കമൻസ് ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കമൻസൊക്കെ ഇങ്ങനെ ഭയങ്കര രസമുള്ള കമൻസ് കൊണ്ടിട്ട് അവരിങ്ങനെ ഉറപ്പിച്ചിങ്ങനെ പറയാമല്ലോ, എന്താ പറയുക, അവരുടെ പ്രാർത്ഥനയൊക്കെ ജസ്റ്റ് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് ഈ ഒരു 2 ദിവസം കൊണ്ടൊക്കെ കിട്ടി. എനിക്ക് എന്താ മാഷാഅല്ലാ എന്തൊക്കെ പറഞ്ഞാലും നമ്മളടുത്തവരിൽ നിന്ന് പോലും കിട്ടാത്ത പ്രാർത്ഥനകളും അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷനും സപ്പോർട്ടൊക്കെ ആരെന്നറിയാത്ത ഒരുപാട് പേരിന്ന് കിട്ടുമ്പം അത് വല്ലാത്തൊരു ഫീലാണ്. അതെനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. ഞാൻ എന്തൊക്കെ വീഡിയോ ഇങ്ങനത്തെയൊക്കെ ഇടും പിന്നെ പലരും ക്രിറ്റിസൈസ് ചെയ്യാൻ വരാറുണ്ട്, എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ കിട്ടണതും കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ പടച്ചോൻ സ്വീകരിക്കട്ടെ. അതിൻ്റെ നേട്ടം എനിക്ക് തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ, എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നിയിട്ടോ നിങ്ങളടുത്ത്. യൂട്യൂബിൽ ഞാൻ 2 ദിവസമായി ഇത് അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ എനിക്ക് വിചാരിച്ചു വേണ്ട, ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നെപ്പോലെ ഇങ്ങനെ മക്കളില്ലാതെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ റമളാൻ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് പഠിച്ച റബ്ബ് മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതിലെല്ലാം ഇൻസ്റ്റയിൽ തന്നെ എടോ മക്കൾ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടാവുന്നത് എന്തിനാണ്, അബദ്ധമല്ലേ, കാരണം ഇനി വരും കാലത്ത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ. അത് എന്താ പറയുക, ശരിക്കും അറിയാം, നമുക്കെല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയെങ്കിലും ഇല്ലാതാവുമ്പോഴല്ലേ അത് ഉണ്ടാവാൻ കൊതിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേര് എൻ്റെ അടുത്ത് സങ്കടമൊക്കെ പറയലുണ്ട്, പേഴ്സണലി മെസ്സേജൊക്കെ വന്നിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചോ മക്കളെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആമീൻ. ഇപ്പോൾ എന്തായാലും രാത്രി തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. മന്തി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മന്തി അടിപൊളിയായിട്ട് കഴിച്ചു. ഗൈസ് സമയം ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 8:30 ആയിട്ടുണ്ട്. എൻ്റെ ഓതലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എന്താ പറയുക, ആളുകളൊക്കെ മെസ്സേജ് അവർക്കിങ്ങനെ ഓരോന്ന് എന്താ പറയുക സജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നോക്കാൻ നേരം വൈകിയതുകൊണ്ട് അൺസെൻഡ് ചെയ്തിട്ടൊക്കെ പോവാട്ടോ. എന്നിട്ടിങ്ങനെ ദേഷ്യപ്പെടുന്ന മെസ്സേജ് അയക്കുന്ന നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് മെസ്സേജ് അയച്ചതാണ്, ഒന്ന് നോക്കിക്കൂടെ പറഞ്ഞു. എനിക്ക് 100-200 മെസ്സേജ് വന്ന് കിടക്കും. ഞാൻ എവിടുന്ന് എന്താ പറയുക, എവിടുന്ന് തുടങ്ങണം എന്ന് അറിയാണ്ട് നിൽക്കുകയാണേ. എനിക്ക് കിളി പോയിട്ടിരിക്കുകയാണ്. ഇത് എന്താ പണ്ടൊരാൾ പറഞ്ഞ മാതിരിയാണ്, ഞാനിതൊട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ അക്കൗണ്ട് കയറുന്നില്ല, കാരണം കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആൾക്കാർ എന്നെ ഓൺലൈനിൽ കണ്ടാൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല. ഞാൻ ഓൺലൈനിൽ കയറി എൻ്റെ മെസ്സേജസ് ഇങ്ങനെ വന്നിട്ട് ഫോൺ ഹാങ് ആവും, ഞാൻ പിന്നെ എടുത്തേക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവസാനം ഇപ്പം ഞാൻ എന്താ പറയുക ക്ഷീണിച്ചു എന്നൊക്കെ പറയില്ല, അങ്ങനെ ക്ഷീണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. ആദ്യം അത് നടക്കട്ടെ, വയറ്റിക്ക് എന്തെങ്കിലും ചെല്ലട്ടെ. അപ്പോൾ ഗൈസ് എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.